ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോടെ തന്നെ അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാനിവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താലത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. ധന്യനായ അപ്പോസ്തലൻ പറയുകയാണ്, 2 കൂട്ടരെ കുറിച്ച് പറയുകയാണ്. 2 സുവിശേഷീകരണം നടക്കുന്ന ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിനെ ദൈവം സന്ദർശിച്ചതിന് ശേഷം വളരെ തിടുക്കത്തിൽ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് താൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ 2 കൂട്ടരെ കുറിച്ച് പറയുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന 2 കൂട്ടര്. ചിലർ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അവർ പ്രസംഗിക്കുന്നത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന എന്നോടുള്ള ഒരു സ്നേഹവും കൂടെ അതിനകത്തുണ്ട്. കാരണം എന്തുവാണ്? ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചതിനെ പ്രതി, ഞാൻ കർത്താവിനെ വെളിപ്പെടുത്തിയതിനെ പ്രതി കാരാഗ്രഹത്തിനകത്തായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ആ ശുശ്രൂഷയിൽ പങ്കുകാരനായ എൻ്റെ ഈ കാരാഗ്രഹവാസത്തെക്കുറിച്ചും അവർ പ്രയാസപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർ പ്രസംഗിക്കുന്നുണ്ട്, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന എൻ്റെ കാരാഗ്രഹവാസത്തിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് പ്രസംഗിക്കുന്നവരുമുണ്ട്. 2 കൂട്ടരും പ്രസംഗിക്കുന്നത് സുവിശേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധന്യനായ അപ്പോസ്തലൻ പറയുകയാണ്, 2 തന്നെയായാലും യേശുക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രിയരെ, നമ്മളൊക്കെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ നല്ല കർത്താവിനെ രുചിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വസ്തയോടെ നിന്നിട്ട് സുവിശേഷീകരണത്തിന് പുറപ്പെടുമ്പോൾ ഈ കാലഘട്ടത്തിലും നമ്മൾ പല പല മനസ്സുള്ളവരെ കാണും. ചിലരിത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നു, ചിലരിത് അവരവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്നു, ചിലർ അസൂയയോടെ പരമാർത്ഥ ഹൃദയമില്ലാതെ ഈ വേല ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, നമ്മൾ പ്രസംഗിക്കേണ്ടത്, നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടത് യേശുവിൻ്റെ ക്രൂശിലെ മഹത്വം കണ്ടിട്ട് നമുക്ക് മുമ്പിൽ ഓടിയ വലിയൊരു സമൂഹമുണ്ട്. ലേഖനത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുമ്പിലൊക്കെ ഒരു ഓട്ടമാണ്. ഒത്തിരി പേര് ഓടി ഓട്ടം തികച്ച ഈ വിശ്വാസ ജീവിതത്തിനകത്ത് ശാഠ്യത്താലോ വാശിയാലോ അസൂയയാലോ ഒന്നും ചെയ്യാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്ത് നിന്ന്, ക്രിസ്തുവിൻ്റെ പരമാർത്ഥതയ്ക്കകത്ത് നിന്ന് ആ ക്രൂശിലെ മഹത്വത്തെ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്ത് സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തിക്കായി അന്ത്യം വരെ വിശ്വസ്തയോടെ ഒരു പോർക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന നല്ല ഭടനായി സേവ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിലെത്തുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.